ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫിസിക്സ് ക്ലാസ്. നമ്മൾ ഇന്ന് നിങ്ങളുടെ സയൻസ് സിലബസിലെ 10th ചാപ്റ്റർ, ദാറ്റ് ഈസ് ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റഡി ഓഫ് ലൈറ്റ്, ഡിഫറെൻറ്റ് ഫിനോമിനാസ് ഓഫ് ലൈറ്റ്. ഓക്കെ, ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓർഗൺ ഏതാണ്? വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗൺ ഇൻ അവർ ബോഡി? അങ്ങനെ ചോദിച്ചാൽ എല്ലാ ഓർഗൻസും ഇമ്പോർട്ടൻ്റ് ആണ്, ദാറ്റ് ഇസ് ഫൈൻ. ബട്ട് മോസ്റ്റ് പ്രഷ്യസ് ഓർഗൺ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ കൗണ്ട് ചെയ്യുന്നതാണ് അവർ ഐസ്. വി ക്യാൻ സീ ദ ബ്യൂട്ടിഫുൾ വേൾഡ് അറൗണ്ട് us യൂസിങ് അവർ ഐസ്, അല്ലേ? നമുക്ക് ചുറ്റുമുള്ള വേൾഡ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഡിഫറെൻറ്റ് ഫിനോമിനാസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കണ്ണുകൊണ്ടാണ്. എങ്ങനെയാണ് നമുക്ക് വിഷൻ പോസിബിൾ ആവുന്നത്? വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് വിഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റിൻ്റെ ദർ ആർ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഫോർ ലൈറ്റ്. അതിൽ തന്നെ നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്ന 2 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്. വൺ ഈസ് കോൾഡ് റിഫ്ലക്ഷൻ ആൻഡ് ദ അതർ ഈസ് റിഫ്രാക്ഷൻ. സോ ഫസ്റ്റ് വൺ, റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്ന ഒരു ലൈറ്റിൻ്റെ ഫിനോമിന കൊണ്ടാണ് നമുക്ക് തിങ്സിനെ ഒബ്സർവ് ചെയ്യാൻ, വ്യൂ ചെയ്യാൻ പറ്റുന്നത്. വിഷൻ ഈസ് പോസിബിൾ ബിക്കോസ് ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, ഇപ്പം എന്താണ് ഈ റിഫ്ലക്ഷൻ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഐഡിയാസ് ഓഫ് റിഫ്ലക്ഷൻ? ഡിഫറെൻറ്റ് സർഫേസിൽ വെച്ചിട്ട് റിഫ്ലക്ഷൻസ് എങ്ങനെയാണ് പോസിബിൾ ആവുക? റിഫ്ലക്ഷൻ്റെ ചില ബേസിക് ഐഡിയാസ് യു മേ ബി സ്റ്റഡീഡ് ഇൻ ലോവർ ക്ലാസ്സസ്, 8th and 9th ക്ലാസ്സസ്. മെയിൻലി റിഫ്ലക്ഷൻ അറ്റ് പ്ലെയിൻ മിറേഴ്സ്. ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു ടോപ്പിക് പഠിച്ചത്? ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ദെൻ അതിനേക്കാളും അധികമായിട്ട് ഇൻ ദിസ് ചാപ്റ്റർ വി ഹാവ് ടു സ്റ്റഡി refraction on curved surfaces or spherical surfaces. After that, refraction at spherical surfaces. Spherical എന്ന് പറയുന്നൊരു തരം സർഫേസ്, പ്ലെയിൻ ആൻഡ് സ്ഫെറിക്കൽ സർഫേസസ്, ഈ ഒരു ഡിഫറൻസ് ഒക്കെ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. റിഫ്ലക്ഷൻ എന്നുള്ളൊരു ഫിനോമിന, ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി, ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. ലൈറ്റിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള പല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റെയിൻബോ നമ്മൾ വ്യൂ ചെയ്യുന്നുണ്ട്, നമുക്ക് ചുറ്റുമുള്ള വേൾഡ് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, എനിവേ, വാട്ട് ഈസ് റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്ലക്ഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ when a light incident on certain surfaces it bounces back എന്നാണ് പറയുന്നത്. ഏതൊരു സർഫേസിലും ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ആ ലൈറ്റ് അവിടെ വെച്ചിട്ട് ബൗൺസ് ചെയ്യും. ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ദറ്റ് സർഫേസസ്. എല്ലാ സർഫേസിൽ നിന്നും ഒരുപോലെ ബൗൺസ് ചെയ്യില്ല. വളരെ ഡാർക്കായിട്ടുള്ള ഒരു സർഫേസ് ആയിരുന്നെങ്കിൽ വെൻ ലൈറ്റ് ഇൻസിഡൻസ് ഓൺ എ വെരി ഡാർക്ക് സർഫേസ്, നമ്മൾ പറയും അതിൽ നിന്ന് ലൈറ്റ് ഒട്ടും റിഫ്ലക്റ്റ് ചെയ്യില്ല. ദാറ്റ് സർഫേസ് അബ്സോർബ്സ് ദാറ്റ് ലൈറ്റ്. ഒരു ഡാർക്ക് സർഫേസിലേക്ക് ലൈറ്റ് പോയി ഇൻസിഡൻറ്റ് ചെയ്താൽ ആ സർഫേസ് ലൈറ്റിനെ ടോട്ടലി അങ്ങ് അബ്സോർബ് ചെയ്യും. ഓക്കെ, at the same time on some other surfaces, some polished and smooth surfaces, mirrors ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? മിററൊക്കെ ഓൾമോസ്റ്റ് 100% റിഫ്ലക്ഷൻ ആണ്. മിററിലേക്ക് ലൈറ്റ് പോയി ഇൻസിഡൻറ്റ് ചെയ്താൽ വാട്ട് ഹാപ്പൻസ്? ദാറ്റ് ലൈറ്റ് റിഫ്ലക്ട്സ് ബാക്ക്, ബൗൺസസ് ബാക്ക് എന്ന് പറയാം. നമ്മളൊരു റബ്ബർ ബോൾ എടുത്തിട്ട് ഒരു വാളിലേക്ക് നമ്മളിങ്ങനെ ത്രോ ചെയ്തു. പിന്നെ ത്രോ എ റബ്ബർ ബോൾ ടുവാർഡ്സ് എ വാൾ, what we can see, that ball reflects back, അല്ലേ? അത് അവിടെ കൊണ്ടിട്ട് തെറിച്ചിങ്ങ് പോരും. മെക്കാനിക്കലി നമുക്കതിങ്ങനെ വ്യൂ ചെയ്യാം, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു സെയിം നാച്ചറാണ് ലൈറ്റിനുള്ളത്. ലൈറ്റ് എവിടെ പോയി ഇൻസിഡൻറ്റ് ചെയ്താലും റിഫ്ലക്റ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ദാറ്റ് സർഫേസ്. ഞാൻ പറഞ്ഞു, ചില സർഫേസുകൾ ഒട്ടും റിഫ്ലക്റ്റ് ചെയ്യില്ല, ലൈക്ക് ബ്ലാക്ക് സർഫേസസ്. അതേസമയം ചില സർഫേസസ് 100% റിഫ്ലക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ഡിപ്പെൻഡ്സ് ഓൺ ദ കളർ ആൻഡ് നാച്ചർ ഓഫ് ദ സർഫേസസ്. ചില സർഫേസിൽ നിന്ന് നമുക്ക് ഒരു 50% റിഫ്ലക്ഷൻ ഉണ്ടാവാം. ഇങ്ങനെ ഡിഫറെൻറ്റ് സർഫേസുകളുടെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ട്രാൻസ്പെറൻറ്റ് സർഫേസിലേക്ക് ലൈറ്റ് പോയി വീണാൽ എന്താ സംഭവിക്കുക? വാട്ട് ഹാപ്പൻസ് വെൻ ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ സം ട്രാൻസ്പെറൻറ്റ് സർഫേസസ് ലൈക്ക് ഗ്ലാസ്, മിറർ അല്ല പറയുന്നത്, ഗ്ലാസ്, വിൻഡോ ഗ്ലാസ്, അതിലൊക്കെ ലൈറ്റ് വന്ന് വീഴുമ്പോൾ നമുക്ക് ദാറ്റ് ലൈറ്റ് പാസസ് ത്രൂ ദാറ്റ് സർഫേസ്, അല്ലേ? ഒരു പാർഷ്യൽ റിഫ്ലക്ഷൻ ഉണ്ടാകും. ബട്ട് മോർ ദാൻ ദാറ്റ് ആ ലൈറ്റ് ആ സർഫേസിലൂടെ പാസ് ചെയ്ത് ആ അപ്പുറത്തെ സൈഡിലേക്ക് കടന്നു പോകും.
ദാറ്റ് ഇസ് കോൾഡ് റിഫ്രാക്ഷൻ. മോസ്റ്റ് ഓഫ് ദി കേസിൽ നമ്മൾ പറയുന്നത് ലൈറ്റ് ട്രാവൽസ് ത്രൂ എ സ്ട്രൈറ്റ് ലൈൻ അല്ലേ. ലൈറ്റ് എപ്പോഴും ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്ട്രൈറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുക പറയാം. ബട്ട് മീഡിയം ചേഞ്ച് ചെയ്യുമ്പോഴോ യെസ് നമുക്കത് പഠിക്കാം. റിഫ്രാക്ഷൻ എന്നുള്ളൊരു പോയിന്റിൽ നമുക്കത് പഠിക്കാം. ബട്ട് ഈ സ്ട്രൈറ്റ് ലൈൻ മോഷൻ എന്ന് പറയുമ്പോഴും അവിടെയും നമുക്കൊരു അഡീഷണൽ പോയിന്റ്, അതല്ലെങ്കിൽ കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ കേൾക്കുന്ന മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട്. ദർ ഇസ് അനദർ പ്രോപ്പർട്ടി ഫോർ ലൈറ്റ് കോൾഡ് ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ ആ ഒരു പ്രോപ്പർട്ടി പറയുന്നത് നമുക്ക് ഹയർ ക്ലാസ്സസിൽ പഠിക്കാം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറയാൻ വന്നത് നമ്മൾ പറയുന്നു മോസ്റ്റ് ഓഫ് ദ കേസസ് ലൈറ്റ് ട്രാവൽസ് ത്രൂ എ സ്ട്രെയിറ്റ് പാത്ത് അല്ലേ എന്നാ പറയുന്നത്. ലൈറ്റ് എപ്പോഴും എങ്ങനെ ട്രാവൽ ചെയ്യുന്നത്? ഒരു സ്ട്രെയിറ്റ് പാത്തിലൂടെ. ബട്ട് അങ്ങനെ ആവണമെന്നില്ല. ലൈറ്റ് വളരെ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റുകളുടെ എഡ്ജസിലൂടെ പാസ് ചെയ്യുമ്പോൾ when light passes through the edges of some sharp objects, sharp obstacles എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളുടെ എഡ്ജിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റിനൊരു ബെൻഡിങ് ഉണ്ടാകും. ലൈറ്റ് ഗെറ്റ്സ് ബെൻഡ് അല്ലെങ്കിൽ ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്ന നമ്മൾ പറയാം. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഡിഫ്രാക്ഷൻ. നമുക്ക് പിന്നീട് പഠിക്കാം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചത് ലൈറ്റ് എപ്പോഴും സ്ട്രൈറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യും എന്ന് മനസ്സിലാക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. ബട്ട് ഇൻ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ മോസ്റ്റ് ഓഫ് ദ കേസിൽ നമ്മൾ പറയുന്നത് ലൈറ്റ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? സ്ട്രൈറ്റ് പാത്തിൽ ട്രാവൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നോർമൽ സർഫേസിലെ അതല്ലെങ്കിൽ പ്ലെയിൻ സർഫേസുകളുടെ റിഫ്ലക്ഷൻ നിങ്ങൾ നേരത്തെയും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മളെപ്പോഴും മിറർ നമ്മൾ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മളൊന്ന് ഡ്രസ്സപ്പ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ നമ്മൾ നേരെ മിററിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യുന്നുണ്ട്. വി ക്യാൻ സീ അവർ ഇമേജ് ദർ. നല്ലൊരു ഇമേജ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് ഏത് ടൈപ്പ് ഇമേജ് ആയിരുന്നു? ഓർമ്മയുണ്ടോ? ദാറ്റ് ഈസ് കോൾഡ് എ വെർച്വൽ ഇമേജ്. സോ ഇമേജസ് ആർ ഓഫ് ടു ടൈപ്സ്. ദേ ആർ ഏതൊക്കെയാ? റിയൽ ഇമേജ് ആൻഡ് വെർച്വൽ ഇമേജ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? റിയൽ ഇമേജും വെർച്വൽ ഇമേജും ഉണ്ട്. മിററിൽ നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെയർ ഒന്ന് കോംബ് ചെയ്യാൻ വേണ്ടി നമ്മൾ മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ വി ക്യാൻ സീ അവർ ഇമേജ്. വാട്ട് ഈസ് ദാറ്റ് ഇമേജ്? ദാറ്റ് ഇമേജ് ഈസ് എ വെർച്വൽ ഇമേജ്, റൈറ്റ് അല്ലേ? നമ്മൾ കണ്ണാടിയിൽ കാണുന്നത് ശരിക്കും നമ്മളാണോ? അല്ലല്ലോ, നമ്മളല്ലത്. നമ്മുടെ ഒരു ഇമേജ് മാത്രമാണ്. ആ കണ്ണാടിയുടെ ബാക്കിൽ ഉണ്ട് നമുക്ക് തോന്നും. ബട്ട് കണ്ണാടിയുടെ പുറകിലൂടെ പോയി നോക്കിയാൽ നമുക്ക് അയാൾ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ട് നമുക്ക് തോന്നിക്കുകയാണ്. വെർച്വൽ ഇമേജ് ആണ്. പ്ലെയിൻ മിറർ വെർച്വൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വെർച്വൽ ഇമേജിൻ്റെ സൈസ് ഓബ്ജക്റ്റിൻ്റെ സെയിം സൈസുള്ള ഇമേജാണ് ഫോം ചെയ്യുക. ദാറ്റ് ഇമേജ് ഈസ് ഓഫ് സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ഓബ്ജക്റ്റ്. ഓക്കെ, റിയൽ അല്ല, വെർച്വൽ ആണ്. സെയിം സൈസിലാണ് കാണുക അല്ലേ. ഒരു പ്ലെയിൻ മിററിൽ നമ്മുടെ സൈസ് എത്രയാണോ സെയിം സൈസിലുള്ള വി ക്യാൻ സീ ആൻ ഇമേജ് ഓഫ് സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റിൻ്റെ സെയിം സൈസുള്ള ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഇറക്റ്റ് ആണ്. ഓബ്ജക്റ്റ് എങ്ങനെയാണോ ഇങ്ങനെ കുത്തനെ നിന്ന് കഴിഞ്ഞാൽ ഇമേജും അതേപോലെ തന്നെയാണ്, നോട്ട് ഇൻവേർട്ടഡ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. ഇൻ സം അതർ സിറ്റുവേഷൻസ് വി ക്യാൻ സീ സം ഇൻവേർട്ടഡ് ഇമേജസ് അല്ലേ. അത് ഏതൊക്കെ കേസാണ്? അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ദർ ആർ സം ഇൻവേർട്ടഡ് ഇമേജസ്. അത് നമ്മളൊരു ഒബ്ജക്റ്റ് ഇങ്ങനെ വെച്ചാൽ, ഒബ്ജക്റ്റ് ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇമേജ് വരുമ്പോഴേക്ക് ഇമേജ് അങ്ങ് തലതിരിഞ്ഞു പോകും. ദാറ്റ് ഈസ് കോൾഡ് ഇൻവേർട്ടഡ്. ബട്ട് പ്ലെയിൻ മിററിൽ അങ്ങനെയല്ല. പ്ലെയിൻ മിററിൽ നമ്മൾ കാണുന്നത് ഒബ്ജക്റ്റ് ഏത് തരത്തിലാണോ നിൽക്കുന്നത് അതേപോലെ ഇറക്റ്റഡ് ആയിട്ട് തന്നെയാണ്, നോട്ട് ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യുന്നത്. ബട്ട് ദർ ഇസ് എ ലാറ്ററൽ ഷിഫ്റ്റ് അല്ലേ. നമ്മുടെ റൈറ്റ് സൈഡ് മിററിൽ വരുമ്പോഴേക്ക് ലെഫ്റ്റ് ആയിട്ടാണ്. നമ്മൾ റൈറ്റ് ഹാൻഡ് പൊക്കുമ്പോൾ നമുക്ക് അവിടെ ലെഫ്റ്റ് ഹാൻഡ് പൊക്കുന്ന പോലെയാണ് തോന്നുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ട്. അതല്ലാതെ വേറെ സൈസ് ഡിഫറൻസോ മറ്റോ ഒന്നും ഉണ്ടാവുന്നില്ല. ഇങ്ങനെയുള്ളൊരു പ്ലെയിൻ മിററിലേക്ക് ലൈറ്റ് വരുമ്പോൾ നമുക്ക് ചില ടേംസുകൾ നമുക്ക് മനസ്സിലാക്കാനുണ്ടായിരുന്നു. ദെൻ ദർ ആർ സം ലോസ് ഫോർ റിഫ്ലക്ഷൻ. ലോസ് പറയുന്നതിനേക്കാൾ മുന്നേ നമുക്ക് ഈ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട ചില ടേംസ്, റിഫ്ലക്റ്റിംഗ് സർഫേസ്, ഇൻസിഡന്റ് ലൈറ്റ്, റിഫ്ലക്റ്റഡ് ലൈറ്റ്, നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓർമ്മയുണ്ടോ ഇതെല്ലാം? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ടേമുകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഒരു സർഫേസ് നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫേസ് നമുക്ക് വേണം. റിഫ്ലക്റ്റിംഗ് സർഫേസ് നമുക്കൊന്ന് ഡ്രോ ചെയ്യാം. ഫസ്റ്റ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ജസ്റ്റ് ലൈക്ക് ദിസ്, എ സർഫേസ്.
നമുക്ക് വേണമെങ്കിൽ അത് റിഫ്ലക്റ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സൈഡ് പലപ്പോഴും നമ്മളിങ്ങനെ വൺ സൈഡ് ഈസ് പോളിഷ്ഡ് ആൻഡ് ദ ബാക്ക് സൈഡ് ഈസ് സിൽവേർഡ് എന്നാണ് പറയുക അല്ലേ. ഒരു സൈഡ് നമ്മൾ സിൽവർ ഉണ്ടാവും, അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും നമ്മൾ റിഫ്ലക്ഷൻ ഉണ്ടാകുന്ന ആ ഒരു പ്ലെയിൻ സർഫേസ്. ഓക്കെ, നമ്മൾ മിററിലൊക്കെ അങ്ങനെയാണ് അല്ലേ. ഒരു സൈഡിൽ നമുക്ക് കാണാം, അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സിൽവർ കോട്ടിംഗ് ഉണ്ടാവും. സോ ദിസ് ഈസ് എ റിഫ്ലക്റ്റിംഗ് സർഫേസ്. നൗ we can draw an incident light, an incident ray. A ray is incident on the surface like this. So this is called incident light. Incident light. Now what this point called? This point is called point of incidence. What is that? Point of incidence. Light incident ചെയ്യുന്ന ആ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് point of incidence. Now we can draw a normal line here. Normal means perpendicular line. A perpendicular line at the point of incidence. Perpendicular to what? Perpendicular to this surface. ഏതാണോ റിഫ്ലക്റ്റിംഗ് സർഫേസ്, ആ റിഫ്ലക്റ്റിംഗ് സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് we can draw a line. That line is called normal at the point of incidence. So we can draw a line here. This is called normal. This line is a perpendicular line, perpendicular to this reflecting surface. Now we can draw the reflection or reflected light. This is incident light. Now we have a reflected light somewhere here. Then reflected light. So a light is incident at some point and that light is reflected. Now we draw a line here which is perpendicular to the reflecting surface. That line is called normal at the point of incidence. Now we have two angles. They are called angle of incidence and angle of reflection. എന്താണ് angle of incidence? The angle between incident light and normal. ഇവിടെ നമുക്കൊരു ആംഗിൾ ഇങ്ങനെ ഡ്രോ ചെയ്യാം. This angle is called angle of incidence I. Angle of incidence. Now here is another angle which is the angle between reflected light and normal. That angle is called angle of reflection. So angle of incidence and angle of reflection. ഇവിടെ അല്ലേ ആംഗിൾ വരയ്ക്കേണ്ടത്, തെറ്റിപ്പോരുതേ. ഇവിടെ അല്ല. What is that angle? That is the angle between incident light and normal. That is called angle of incidence. And the next one is the angle between reflected light and normal. That is called the angle of reflection. Okay. Now what are the laws of reflection? We have two laws. അല്ലേ, റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ two laws ആണ് പറയാ. That first law is angle of incidence is always equal to angle of reflection. Yes, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ലോ ആണ്. എന്താണ്? ദിസ് ആംഗിൾ, ഏത് ആംഗിളിലാണോ ഈ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്ത് നമുക്കൊരു ആംഗിൾ കിട്ടിയത്, ദിസ് ആംഗിൾ ഈസ് ഓൾവേസ് ഈക്വൽ ടു ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്ന ആംഗിളും ഇൻസിഡൻസ് ഉണ്ടാക്കുന്ന ആംഗിളും എപ്പോഴും ഈക്വൽ ആയിരിക്കും. സോ I ഈസ് ഈക്വൽ ടു R. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ്റെ ഫസ്റ്റ് ലോ ക്ലിയർ അല്ലേ? Angle of incidence is equal to angle of reflection. Then the second law is the incident light, normal and the reflected light all lie in the same plane. ഇതെല്ലാം ഞാനിപ്പോൾ ഈ ബോർഡിലാണ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത്. വി ക്യാൻ കൺസിഡർ ദിസ് ബോർഡ് ആസ് എ പ്ലെയിൻ അല്ലേ. ഈ ബോർഡ് ഒരു പ്ലെയിനാണ്. ആ പ്ലെയിനിലാണ് ഞാൻ ഇവിടെ ഇതാ ഐ ഡ്രോ ദിസ് ഇൻസിഡന്റ് ലൈറ്റ്. ഹിയർ ഇസ് എ ലൈൻ. The reflected light is also on the same plane and we have a normal here. That normal too is on the same plane. അതല്ലാതെ ഇൻസിഡന്റ് ലൈറ്റ് ഇങ്ങനെ വരച്ചു, നോർമൽ ഇങ്ങനെ വരച്ചിട്ട് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഇങ്ങോട്ട് വരയ്ക്കരുത്. കണ്ടോ, അങ്ങനെയും വേണമെങ്കിൽ നമുക്കൊരു ഡ്രോയിങ് ഉണ്ടാക്കാം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഓക്കെ, എല്ലാം ഒരേ പ്ലെയിനിൽ ലൈ ചെയ്യണം എന്നുള്ളതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ. ഈ ലോ ഓഫ് റിഫ്ലക്ഷൻ, ദിസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ സെയിം എന്ന് പറയുന്നത് പ്ലെയിൻ മിററിൽ മാത്രമല്ല, ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ എനി ടൈപ്പ് ഓഫ് സർഫേസസ്. നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലും നമ്മൾ കർവ്ഡ് സർഫേസസിനെ കുറിച്ച് പരിചയപ്പെടാൻ പോവാണ്. സോ ദാറ്റ് റൂൾ ഈസ് ഓൾസോ ട്രൂ ഫോർ കർവ്ഡ് സർഫേസസ്. അപ്പോൾ കർവ്ഡ് സർഫേസസിലും ഇതേ റൂൾസ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ നിങ്ങൾ പഠിക്കാം. Okay, fine. Now plain mirrorsile reflection നമ്മൾ എങ്ങനെ കണ്ടു. Now what about curved surfaces? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി നമ്മളോട് ടെക്സ്റ്റ് ബുക്കിലും പറയുന്നുണ്ട്.
ഓക്കെ, വാട്ട് ഇസ് ദാറ്റ് ആക്ടിവിറ്റി? ആക്ടിവിറ്റി നമ്പർ 1 നമുക്കൊന്ന് നോക്കാം. ആക്ടിവിറ്റി 1 പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ, നിങ്ങൾക്കൊന്ന് എടുത്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. വാട്ട് ഇസ് ദാറ്റ്? ടേക്ക് എ ലാർജ് ഷൈനിങ് സ്പൂൺ. ട്രൈ ടു വ്യൂ യുവർ ഫേസ് ഇൻ ഇറ്റ്സ് കർവ്ഡ് സർഫേസസ്. ഓക്കെ, സ്പൂൺ ഉണ്ടാവുമല്ലോ വീട്ടിലല്ലേ? ടേക്ക് എ സ്പൂൺ, ഗോ ടു കിച്ചൺ ആൻഡ് ടേക്ക് എ സ്പൂൺ. ഇപ്പോൾ തന്നെ ചെല്ല്, പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ന്യൂലി നിങ്ങൾ പർച്ചേസ് ചെയ്ത നല്ല ഷൈനിങ് ഉള്ള ഒരു സ്പൂൺ എടുക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഷൈനിങ് ഒക്കെ പോയിട്ടുണ്ടാവും. ഷൈനിങ് ഉള്ള ഒരു സ്പൂൺ എടുത്ത് കുറച്ചൊരു സൈസുള്ള. ഓക്കെ, ആ സ്പൂണിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇസ് ജസ്റ്റ് ലൈക്ക് എ കർവ്ഡ് സർഫേസ്, അല്ലെ? പ്ലെയിൻ അല്ല, ദർ ഇസ് എ കർവ്. ഓക്കെ, കർവ് എന്ന് പറയുമ്പോൾ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്പൂൺ ഉപയോഗിച്ച് പലതും നമ്മളിങ്ങനെ കോരി എടുക്കാറുണ്ട്. യെസ്, അത് നമ്മളിങ്ങനെ കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു പോർഷൻ ഇങ്ങനെ ഇങ്ങനെ കുഴിഞ്ഞ് നിൽക്കുകയാണ്. ദെൻ അതിനൊരു ബാക്ക് സൈഡുണ്ട്, നമുക്ക് 2 സൈഡും നോക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് പറയുന്ന ആക്ടിവിറ്റി, ഇൻ ദിസ് ആക്ടിവിറ്റി ദെൻ നെക്സ്റ്റ് ഈസ് ഗിവൺ, അതിലേക്ക് നോക്കാനാണ് പറയുന്നത്. ആ സ്പൂൺ ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് വ്യൂ, നിങ്ങളുടെ ഇമേജ് അതിൽ കാണാൻ കഴിയുന്നുണ്ടോ? നമ്മൾ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് മിററിലേക്ക് നോക്കുന്നത് പോലെ ഈ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. ഓക്കെ, നിങ്ങളെ ഫേസ് അതിൽ കാണുന്നുണ്ടോ? പറയൂ, കാണുന്നുണ്ടോ? ക്യാൻ യു സീ യുവർ ഫേസ് ദ? ഓക്കെ, ആ സ്പൂണ് നിങ്ങളൊന്ന് കുറച്ച് ദൂരേക്കും അടുത്തേക്കൊക്കെ ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്യിക്കുക. What you can see? Okay, move that spoon towards your eyes, towards your face, away from your face. ഫേസിൽ നിന്ന് അടുത്തേക്കും ദൂരേക്കും എല്ലാം നിങ്ങളത് മൂവ് ചെയ്യുക. വാട്ട് ചേഞ്ചസ് ക്യാൻ യു ഒബ്സർവ്? ഒബ്സർവ് ചെയ്യും, നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് പറയാം. ദെൻ ഡു യു ഗെറ്റ് ദി ഇമേജ്? ഈസ് ഇറ്റ് സ്മോളർ ഓർ ലാർജർ? എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മുടെ ഫേസിനൊരു സൈസ് ഉണ്ടല്ലോ അല്ലേ? വെൻ വി ആർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ പ്ലെയിൻ മിറർ, we can see the same sized image. ഇത് ഓബ്ജക്റ്റിന്റെ സൈസ് എത്രയായിരുന്നോ ആ സെയിം സൈസിലുള്ള ഇമേജ് ആണ് എവിടെ നമ്മൾ കാണുന്നത്? ഇൻ ദ കേസ് ഓഫ് എ പ്ലെയിൻ മിറർ. ബട്ട് ഹിയർ നമ്മൾ ആ സ്പൂണിലേക്ക് നോക്കുമ്പോൾ യെസ്, ഉറപ്പായിട്ടും കുറച്ചുകൂടെ സ്മോളർ ആയിട്ടുള്ളൊരു ഇമേജ് ആണ് കാണുന്നതെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയാണോ? ഓർ ലാർജർ ആണോ? എന്താ കാണുന്നത്? നൗ മൂവ് ദ സ്പൂൺ സ്ലോലി അവേ ഫ്രം യുവർ ഫേസ്, ഒബ്സർവ് ദ ഇമേജ്. ഹൗ ഡസ് ഇറ്റ് ചേഞ്ച്? ഓക്കെ, ഞാൻ പറഞ്ഞു. Then reverse the spoon and repeat the activity. ഇനി സ്പൂണിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക, ബാക്ക് സൈഡിലേക്ക് നോക്കുക. അതും വളരെ ഷൈനിങ് ആയിട്ടുള്ളൊരു സർഫേസ് ആണ്. യു ക്യാൻ സീ യുവർ ഫേസ് ദർ. ബാക്ക് സൈഡ് നോക്കൂ. ദെൻ നിങ്ങൾ അവിടെയും ഒന്ന് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ ഒന്ന് ആ സ്പൂൺ ഒന്ന് മൂവ് ചെയ്യിക്കൂ. വേർ യു ക്യാൻ ഒബ്സർവ്, ഒന്ന് ചെയ്യൂ. ആ സ്പൂൺ എന്ന് പറയുന്നത് ഒരു കേർവ്ഡ് സർഫേസ് ആണ്. അപ്പോൾ കേർവ്ഡ് സർഫേസിൽ ഉണ്ടാകുന്ന ഒരു മൂവ്മെൻറ്റും ആ ഒരു ഇമേജിൻ്റെ ഒരു ഫോർമേഷനും ഒക്കെയാണ് നിങ്ങളുടെ ആ ഒരു ആക്ടിവിറ്റിയിലൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയും അങ്ങനെ ഉണ്ടാകുന്ന ഇമേജിൻ്റെ ആ സ്പൂണിൽ നിങ്ങൾ എന്താണ് ഒബ്സർവ് ചെയ്തത്, ആ ഒബ്സർവ് ചെയ്ത ഇമേജിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് നമുക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വഴിയെ പറയാം. ഓക്കെ, നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരു കേർവ്ഡ് സർഫേസിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് സ്ഫെറിക്കൽ കേർവ് എന്ന് പറയുമ്പോൾ തന്നെ പലതരം കേർവ്സ് ഉണ്ടാവാം. ബട്ട് ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ സീ സ്ഫെറിക്കൽ സർഫേസസ്. സ്ഫെറിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു എക്സാക്ട് സ്ഫിയർ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. ഇമാജിൻ എ സ്ഫിയർ, ഇമാജിൻ എ ഫുട്ബോൾ. ഒരു ഫുട്ബോൾ ഇറ്റ്സ് എൻ എക്സാക്ട് സ്ഫിയർ. അതുപോലെ ഒരു മെറ്റൽ ബോൾ നിങ്ങളെടുത്തേ. ജസ്റ്റ് ഇമാജിൻ എ മെറ്റൽ ബോൾ. മെറ്റൽ ബോൾ എന്തെങ്കിലും ഒന്ന് വിചാരിക്കും. Then take a part of that metal ball. ആ മെറ്റൽ ബോളിൽ നിന്ന്, ബോൾ മീൻസ് ഇറ്റ്സ് എ കംപ്ലീറ്റ് സ്ഫെറിക്കൽ ബോഡി, അങ്ങനെയുള്ളൊരു ബോളിൽ നിന്ന് ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, സോ ദാറ്റ് സ്മോൾ പാർട്ട് ഓഫ് എ ബിഗ് സ്ഫിയർ, അതാണ് ആക്ച്വലി നമ്മൾ പറയാൻ പോകുന്ന സ്ഫെറിക്കൽ സർഫേസസ്, സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സ്ഫെറിക്കൽ മിറർ നമ്മൾ ആക്ച്വലി നമ്മൾ ആ സ്പൂണിൻ്റെ സർഫേസ് പോലെയല്ല. സ്പൂൺ ഒരു കറക്റ്റ് സ്ഫിയർ അല്ല, ദർ ഇസ് എ കേർവ് ബട്ട് നോട്ട് എക്സാക്ട് സ്ഫിയർ. നമ്മൾ അതിനൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ വി കനോട്ട് ഗെറ്റ് എൻ എക്സാക്ട് സ്ഫിയർ. ബട്ട് നമുക്ക് വേണ്ടത് എക്സാക്ട് സ്ഫിയറാണ്. അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യാം. ഒരു എക്സാക്ട് സ്ഫെറിക്കൽ ബോഡി. ഓക്കെ, ഇങ്ങനെ കംപ്ലീറ്റ്ലി സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു ബോഡി, അതിൽ നിന്നും ഒരു പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നു. ആ പാർട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് മിററായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ 2 രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്യുക. They are called concave mirror and convex mirror. അങ്ങനെ കേട്ടിട്ടുണ്ടോ?
What are concave and convex mirrors? Concave എന്ന് പറയുമ്പോൾ see, you can see here. See these pictures. ഇതിൽ എന്താ നിങ്ങൾ കാണുന്നത്? Curved surface ആണ്. This is a curved surface. ഇതിന്റെ ഈ സൈഡാണ് പോളിഷ് ചെയ്തിരിക്കുന്നത് കണ്ടോ. This side is polished. ഇവിടെ പോളിഷ് ചെയ്തിരിക്കുക. ലൈറ്റ് എൻ്റർ ചെയ്യുന്നതും റിഫ്ലക്റ്റ് ചെയ്യുന്നതും ഈ സർഫേസിലേക്കായിരിക്കും. ഓൺ ദിസ് സർഫേസ് ഇവിടെ. ദിസ് ഈസ് കോൾഡ് കോൺകേവ് മിറർ. കേവ്, ജസ്റ്റ് ലൈക്ക് എ കേവ്, അല്ല ഇങ്ങനെ കുഴിഞ്ഞു നിൽക്കുന്ന ഭാഗം. ആ ഭാഗത്തേക്ക് ഇങ്ങനെ ലൈറ്റ് വീഴാം. ലൈറ്റ് വീണിട്ട് പല സൈഡിലേക്ക് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യാം. ദെൻ ഇവിടെ നമ്മൾ കാണുന്നതോ, ഇവിടെയും അതേപോലെ തന്നെ ഷേപ്പ് അങ്ങനെ തന്നെ. ബട്ട് അതിൻ്റെ ഈ കേവ് ഉള്ള ഭാഗത്താണ് പോളിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് പോളിഷ്. മീൻസ് ലൈറ്റ് വരുന്നത് ഈ സൈഡിൽ നിന്നായിരിക്കും. ലൈറ്റ് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക. റിഫ്ലക്ഷൻ ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ലൈറ്റ് വന്ന് വീഴുന്നത് ഇൻ ദിസ് സിറ്റുവേഷൻ ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ ദിസ് ബൾജ്ഡ് സർഫേസ്, അല്ലേ? ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്ന ആ സർഫേസിലാണ് ലൈറ്റ് വീഴുന്നത്. സോ ദാറ്റ് മിറർ ഈസ് കോൾഡ് കോൺവെക്സ്. സോ ദിസ് ഈസ് കോൺവെക്സ് മിറർ, ദിസ് ഈസ് കോൺകേവ് മിറർ. ഈ കേവ് ഭാഗത്തേക്ക് ലൈറ്റ് വീഴുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് കോൺകേവ് മിറർ. ഈ ബൾജ്ഡ് സൈഡിലേക്ക് വെൻ ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ ദാറ്റ് ബൾജ്ഡ് സർഫേസ് ദാറ്റ് ഈസ് കോൾഡ് കോൺവെക്സ് മിറർ. അപ്പോൾ രണ്ട് ഷേപ്പും ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആ സർഫേസുകൾ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. ഇതായിരുന്നു നമ്മുടെ ആ ഒരു ഈ പിക്ചർ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ, റെഡി. ദെൻ ഇങ്ങനെയൊരു കേർവ്ഡ് മിറർ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഡ്രോ എ പിക്ചർ നൗ. ഇതിൽ നമുക്ക് കുറച്ച് ഈ ഇങ്ങനെയുള്ള സർഫേസിൻ്റെ ചില പോയിന്റ്സ്, ചില പാർട്സ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ കേർവ്ഡ് സർഫേസ് എടുത്താൽ ഈ കേർവ്ഡ് സർഫേസിനൊരു സെൻറ്റർ പോയിന്റ് ഉണ്ടാവില്ലേ? എ മിഡിൽ പോയിന്റ്, എ സെൻറ്റർ. ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് പോൾ. വാട്ട് ഈസ് ദാറ്റ്? പോൾ. ഒരു പോയിന്റ് മനസ്സിലാക്കുക. കേർവ്ഡ് സർഫേസുമായി, കേർവ്ഡ് മിറേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ചില പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. സോ ദ സെൻറ്റർ പോയിന്റ്, ദ ജോമെട്രിക്കൽ സെൻറ്റർ ഓഫ് ദിസ് കേർവ്ഡ് മിറർ, ദിസ് സ്ഫെറിക്കൽ മിറർ, ദാറ്റ് ഈസ് കോൾഡ് പോൾ. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു പീസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എക്സാക്ട് സെൻറ്റർ പോയിന്റ് ക്ലിയർ, 3-dimensional പിക്ചർ ആയിട്ട് മനസ്സിലാക്കുക. ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് പോൾ. നൗ വി ഹാവ് അനദർ പോയിന്റ് കോൾഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ. വാട്ട് ഈസ് ദാറ്റ്? സെൻറ്റർ ഓഫ് കർവേച്ചർ. നമ്മൾ പറഞ്ഞു ആക്ച്വലി ദിസ് കേർവ്ഡ് സർഫേസ് ഓർ ദിസ് സ്ഫെറിക്കൽ സർഫേസ് ഈസ് ആക്ച്വലി എ പാർട്ട് ഓഫ് എ ബിഗ് സ്ഫിയർ. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയാൽ, ഇങ്ങനെ കംപ്ലീറ്റ് ആക്കുന്ന പോലെ ഒന്ന് വിചാരിച്ച് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയാൽ വി വിൽ ഗെറ്റ് എ ലാർജ് സ്ഫിയർ ആൻഡ് ദർ ഇസ് എ സെൻറ്റർ ഫോർ ദാറ്റ് സ്ഫിയർ, അല്ലേ? നമ്മൾ ഈ കേർവ്ഡ് സർഫേസിനെ നമ്മൾ സ്ഫിയർ ആയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ ആ സ്ഫിയറിനൊരു സെൻറ്റർ ഉണ്ടാവും. That point is called the center of curvature. So this is called the center of curvature. Actually this is the center of this total sphere. നമ്മൾ ആ സ്ഫിയർ നമ്മൾ അങ്ങനെ വരച്ചു കൊണ്ടുപോകുന്നത്. So center of curvature. Next point. Center of curvature. C എന്നുള്ളൊരു ലെറ്റർ ഉപയോഗിച്ചാണ് കാണിക്കുക. Represented as C and Paul is represented as P. Clear അല്ലേ? Now we have a line which is connecting the center of curvature and pole. So this is pole, this is center of curvature. ഇതിനെ രണ്ടിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ്. സി, അങ്ങനെ ആ മിററിനെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കും പോവാം. എക്സാക്ട് ആ പോയിന്റിലൂടെ തന്നെ പാസ് ചെയ്ത് പോണേ. ഇതാണ് ഈ പോയിന്റ്. That line is called principal axis. What is that? That line is called principal axis. ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വി നീഡ് ദാറ്റ് ടേം പ്രിൻസിപ്പൽ ആക്സിസ്. ഓ എ സ്ട്രൈറ്റ് ലൈൻ കണക്ടിങ് സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ, ദാറ്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ആക്സിസ്. അടുത്ത് നമുക്ക് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ടേമാണ് ദാറ്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഫോക്കസ് ഓർ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഫോക്കസ് എന്ന് പറയുന്ന ഒരു പോയിന്റിൻ്റെ ഐഡിയ കിട്ടാൻ വേണ്ടി അഗെയിൻ നമുക്ക് ഒരു ആക്ടിവിറ്റി പറയുകയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ പറയുന്നത്? വാട്ട് ഈസ് ദിസ് ആക്ടിവിറ്റി? ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നേ തന്നെ വി ഹാവ് എ ക്വസ്റ്റ്യൻ ഹിയർ. വാട്ട് ഈസ് ദാറ്റ് ക്വസ്റ്റ്യൻ? നമുക്കൊരു വാർണിംഗ് തന്നിട്ടുണ്ട്.
Do not look at the sun directly or even into a mirror reflecting sunlight. It may damage your eyes. നമ്മൾ ഈ ആക്ടിവിറ്റി സൺലൈറ്റുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ വി ഹാവ് എ കോഷൻ ഹിയർ. ഒരിക്കലും സൺലൈറ്റിലേക്കോ സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിലേക്കോ ഡയറക്റ്റ്ലി ഒരിക്കലും നോക്കരുത്. ഓക്കെ, അത് മനസ്സിൽ വെച്ചോണ്ടേ ഈ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യാൻ പോകാം. പറയുന്നത് ടേക്ക് എ കോൺകേവ് മിറർ. ഒരു കോൺകേവ് മിറർ എടുക്കും. മിററൊക്കെ നമുക്ക് പലതരം ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വാങ്ങാൻ പോകുന്ന കടകളിൽ ചെന്നാൽ നമുക്ക് കിട്ടും. കോൺകേവ് മിററൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, വലിയ പൈസ ഒന്നുമില്ല. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ ഫോർ ദിസ് ആക്ടിവിറ്റി വി നീഡ് എ കോൺകേവ് മിറർ. ഓക്കെ, സോ കോഷൻ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പറയാണ്, നെക്സ്റ്റ് സെൻറ്റൻസ് പറയാണ്, ഹോൾഡ് എ കോൺകേവ് മിറർ ഇൻ ഹാൻഡ് ആൻഡ് ഡയറക്റ്റ് ഇറ്റ്സ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ടുവാർഡ്സ് ദ സൺ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിൽ കോൺകേവ് മിറർ ഉണ്ട്. ഈ കോൺകേവ് മിററിനെ സണ്ണിലേക്ക്, അതായത് സൺലൈറ്റ് അതിലേക്ക് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന തരത്തിൽ ഹോൾഡ് ചെയ്യാം. സോ ഹോൾഡ് ദിസ് കോൺകേവ് മിറർ ടുവാർഡ് സൺ. റൈറ്റ്. ഇപ്പോൾ സൺലൈറ്റ് ഇങ്ങനെ പല സൈഡിലേക്കും വീഴുന്നുണ്ട്. അതിൽ സൺലൈറ്റിൻ്റെ ഒരു പോർഷൻ ഈ മിററിലേക്ക് വന്ന് വീഴണം. മിററിൽ വന്ന് വീണിട്ട് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് കാണാം. നമ്മൾ മിറർ ഇങ്ങനെ പല തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ when we adjust the position of this mirror we can see light from sun incident on this mirror and reflects. ഓക്കെ, സണ്ണിൽ നിന്ന് ലൈറ്റ് വരുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് ഒരു പേപ്പറിലേക്ക് നിങ്ങൾ ആ പേപ്പറിലേക്ക് പോയി വീഴുന്ന തരത്തിൽ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു പേപ്പർ എടുക്കുക, ജസ്റ്റ് ന്യൂസ് പേപ്പർ. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ന്യൂസ് പേപ്പറിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്. ദെൻ നിങ്ങൾ ഈ മിററിനെ ആ ന്യൂസ് പേപ്പറിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് ദൂരേക്കോ ഈ ഡിസ്റ്റൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ആ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ സാധിക്കും. വെൻ യു ആർ അഡ്ജസ്റ്റിംഗ് ദ പൊസിഷൻ ഓഫ് ദിസ് മിറർ ഫ്രം ദിസ് പേപ്പർ, ആ പേപ്പറിൽ കിട്ടുന്ന ആ സണ്ണിൻ്റെ ഒരു ലൈറ്റ് വന്നിങ്ങനെ അവിടത്തേക്ക് വീഴുകയാണ്. നമ്മളതിങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ ആ ഉണ്ടായിരിക്കുന്ന ആക്ച്വലി ദർ ഇസ് എൻ ഇമേജ് ഫോംഡ് ഇൻ ദാറ്റ് പേപ്പർ, അല്ലേ? ആ സൺലൈറ്റിൽ നിന്ന് ലൈറ്റ് വന്നിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഒരു പോയിന്റ് പേപ്പറിൽ വന്ന് വീഴുമ്പോൾ വി ക്യാൻ സീ എൻ ഇമേജ്. ഇത് ആ ഇമേജ് കൂടുതൽ ഷാർപ്പാവുന്നതായിട്ടും ബ്ലേർഡ് ആവുന്നതായിട്ടും യു ക്യാൻ സീ. ഇൻ സം സിറ്റുവേഷൻ ദാറ്റ് ഇമേജ് ഓൺ പേപ്പർ വിൽ ബി മോർ ഷാർപ്പ്. ബട്ട് വെൻ യു ആർ മൂവിങ് ദാറ്റ് മിറർ ഇൻ സം അതർ പൊസിഷൻസ് യു ക്യാൻ സീ സം ബ്ലേർഡ് ഇമേജസ്. ഓക്കെ, അതായത് ആ പേപ്പറിലേക്ക് വന്ന് വീഴുന്ന ലൈറ്റ് ചില സിറ്റുവേഷനിൽ ഭയങ്കര ഷാർപ്പായിട്ട് കാണും. ദെൻ നമ്മൾ മൂവ് ചെയ്യിക്കുമ്പോൾ അത്ര ഷാർപ്പില്ലാതെ അതിങ്ങനെ വൈഡായിട്ട് പോകും. മാക്സിമം ഷാർപ്പായിട്ട് കിട്ടുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യാം. ഓക്കെ, യു ക്യാൻ റീഡ് ദിസ്. ഡയറക്റ്റ് ദ ലൈറ്റ് റിഫ്ലക്റ്റഡ് ബൈ ദ മിറർ ഓൺ ടു എ ഷീറ്റ് ഓഫ് പേപ്പർ ഹെൽഡ് ക്ലോസ് ടു ദ മിറർ. മിററിൻ്റെ അടുത്തേക്ക് ഒരു പേപ്പർ വെച്ചിട്ട് ബട്ട് ഇറ്റ് സേസ് ആ ലൈറ്റിനെ പേപ്പറിലേക്ക് ഫോക്കസ് ചെയ്യാം. നൗ move the sheet of paper back and forth gradually until you find on the paper sheet a bright sharp spot of light. Okay, ആ പേപ്പർ ഒന്നുകിൽ പേപ്പർ മൂവ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ മിറർ മൂവ് ചെയ്യാം. We have to adjust the distance between mirror and paper. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ മിററും പേപ്പറും തമ്മിലുള്ള ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ we can see on the paper sheet a bright sharp spot of light. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഒരു ലൈറ്റിൻ്റെ സ്പോട്ട് കിട്ടും. ആക്ച്വലി ദാറ്റ് ഈസ് എൻ ഇമേജ് ഓഫ് സൺ. ആക്ച്വലി എന്താണ് നമുക്ക് ആ പേപ്പറിൽ കിട്ടിയിരിക്കുന്നത്? സണ്ണിൻ്റെ ഇമേജാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. കുറച്ച് സമയം അങ്ങനെ ഹോൾഡ് ചെയ്താൽ വാട്ട് യു ക്യാൻ സീ, ഹോൾഡ് ദ മിറർ ആൻഡ് ദ പേപ്പർ ഇൻ ദ സെയിം പൊസിഷൻ ഫോർ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് സമയം മാക്സിമം ആ സ്പോട്ട് കിട്ടിയല്ലോ, ഷാർപ്പ് സ്പോട്ട് കിട്ടിയല്ലോ, ആ പൊസിഷനിൽ ഹോൾഡ് ഫോർ സം മിനിറ്റ്സ്. എന്താണ് കാണുക? വാട്ട് ഡു യു ഒബ്സർവ് വൈ? അതിൻ്റെ ആൻസർ ബാക്കി ടെക്സ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് കഴിയുമ്പോഴേക്ക് ആ പേപ്പർ ചൂടാവാൻ തുടങ്ങും. ചൂടാവാൻ മാത്രമല്ല, അതിൽ നിന്ന് പതിയെ പതിയെ പുക വരാൻ തുടങ്ങും. ദാറ്റ് മേ ഗെറ്റ് ഫയർ, കത്തിപ്പോവും, തീ പിടിച്ച് കത്തിപ്പോവും ആ പേപ്പർ. എന്താ സംഭവിച്ചത്? ഓക്കെ, ഇതാണ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്കാണ് നമ്മളിതിനെ ഈ ഒരു ഒബ്സർവേഷൻ കൊണ്ടെത്തിക്കുന്നത്. ആ സൺലൈറ്റിനെ നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് അങ്ങ് ഫോക്കസ് ചെയ്തു. ഒരുപാട് ലൈറ്റ് റേസ് ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. ആ ലൈറ്റ് റേസ് എല്ലാം ആഫ്റ്റർ റിഫ്ലക്ഷൻ വി ക്യാൻ സീ ഓൾ ദീസ് ലൈറ്റ് റേസ് കമ്മിങ് ഫ്രം സൺ കോയിൻസൈഡ്സ് ഓർ ഫോക്കസ് ഓർ കൺവേർജസ് ടു എ സിംഗിൾ പോയിന്റ്. നമുക്കൊന്ന് നോക്കാം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ സംഭവത്തിൽ ഇങ്ങനെ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ
ഒബ്സർവേഷൻ പറയുന്നു, വളരെ ഡിസ്റ്റൻസിൽ നിന്ന് വരുന്ന ലൈറ്റ്സ് എല്ലാം വി കൺസിഡർ ലൈറ്റ് ഫ്രം വെരി ഫാർ ഡിസ്റ്റൻസ് ആസ് പാരലൽ ലൈറ്റ്സ് ഓഫ് ദിസ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുക. ഓക്കെ, സ്ട്രൈറ്റ് ലൈനായിട്ട് തന്നെ വരയ്ക്കാം. ഇങ്ങനെ ഒരു ലൈറ്റ് വന്ന് വീഴുന്നു ഹിയർ, കണ്ടോ? നമുക്ക് കാണാൻ കഴിയും ആ ലൈറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് പോയി ഇൻസിഡൻറ്റ് ചെയ്താണ് മിററിലേക്ക്. ആ ലൈറ്റ് ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഒരു പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. This light after reflection will pass through a point. Okay, so in this situation, this is the incident light, and on this curved surface we have a reflection, and after reflection that light passes through a point on principal focus. If over light nu neerchole, another light again parallel to principal axis. Principal axis ne parallel aayittu mattoru light vannu veenu. This is another incident light. Again, after reflection, we can see the light will pass through the same point after reflection. See? No. Reflection ശേഷം ആ ലൈറ്റും പാസ് ചെയ്യുന്നത് നേരത്തെ ലൈറ്റ് പാസ് ചെയ്ത സെയിം പോയിന്റിൽ. Now, if we have an incident light from here, ഇങ്ങനെ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യാനോ? This is another incident light. എല്ലാം കൂടെ ഒന്നിച്ച് കാണുമ്പം കൺഫ്യൂഷൻ ആവരുത്. To study these properties or behavior of light, ഈ ടൈപ്പ് പിക്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റേ ഡയഗ്രംസ് എന്ന് പറയും. What we call them as റേ ഡയഗ്രം. സോ റേ ഡയഗ്രം വരയ്ക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിലെ ഈ ടോപ്പിക് പഠിക്കാനുള്ള ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. സോ ഡയഗ്രംസ് എങ്ങനെയാണ് പോകുന്നത് എന്ന് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ വി ഹാവ് എ ലൈറ്റ് ഹിയർ. അഗെയിൻ we have a light parallel to this is principal axis, another incident light parallel to principal axis. Okay, so after reflection this light also passing through the same point. See, in this way. Okay, this is the reflected light, this is the incident light, and after reflection it will pass through like this. So all these lights will pass through or converges to a single point, and that point is called focus or principal focus. ഒരു curved surface ന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, that is called principal focus. Okay, ഫോക്കസിനെ നമ്മൾ ക്യാപിറ്റൽ F എന്ന് എഴുതാറുണ്ട്. F. Now we have two distances. One is from pole to center of curvature. അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രം പോൾ ടു സെൻറ്റർ ഓഫ് കർവേച്ചർ, സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എപ്പോഴും റേഡിയസ് എന്നാണ് പറയുക. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. വാട്ട് ഇസ് ദാറ്റ്? ദിസ് വൺ. ഡിസ്റ്റൻസ് ഫ്രം പോൾ ടു സെൻറ്റർ ഓഫ് കർവേച്ചർ, ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഡിസ്റ്റൻസ് ടു സെൻറ്റർ, ദാറ്റ് ഈസ് ഓൾവേസ് എ റേഡിയസ്. നൗ ഇവിടെ നമ്മൾ ഫോക്കസ് പറഞ്ഞു. നൗ ഡിസ്റ്റൻസ് ഫ്രം പോൾ ടു ദിസ് ഫോക്കസ്, ദാറ്റ് ഈസ് കോൾഡ് ഫോക്കൽ ലെങ്ത്. What is that? Focal length. Okay. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഒരു കേർവ്ഡ് സർഫേസുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പറയേണ്ട ഡിഫറെൻറ്റ് പോയിന്റ്സ് ആണ്. ഐ റിപ്പീറ്റ്, വൺ ഈസ് പോൾ വിച്ച് ഈസ് ദ ജോമെട്രിക് സെൻറ്റർ ഓഫ് ദാറ്റ് കേർവ്ഡ് സർഫേസ്. നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ. വാട്ട് ഈസ് ദാറ്റ്? സെൻറ്റർ ഓഫ് കർവേച്ചർ. നമ്മൾ ഈ കേർവ്ഡ് സർഫേസിന് നമ്മളൊരു കംപ്ലീറ്റ് സ്ഫിയർ ആയിട്ട് ഇമാജിൻ ചെയ്താൽ വി ഹാവ് എ സെൻറ്റർ ഫോർ ദാറ്റ് സ്ഫിയർ. That is called the center of curvature. Then a straight line passing through the center of curvature and pole, that line is called the principal axis. പിന്നീട് നമ്മൾ കണ്ടത് ഫോക്കസ് ആണ്. ഫോക്കസ് കിട്ടാൻ വേണ്ടി നമ്മൾ പറയുന്നു എ നമ്പർ ഓഫ് ലൈറ്റ് റേസ് ഇൻസിഡന്റ് ഓൺ ദിസ് കർവ്ഡ് സർഫേസ് which are parallel to principal axis. After reflection all these light will converge to a single point. എല്ലാ ലൈറ്റും റിഫ്ലക്ഷന് ശേഷം ഒരു സിംഗിൾ പോയിന്റിലേക്ക് ഇങ്ങനെ കൺവേർജ്ഡ് ആവും. That point is called principal focus. Okay, then what is focal length? Focal length എന്ന് പറഞ്ഞാൽ പോൾ മുതൽ പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസിനെ വിളിച്ച പേരാണ് focal length. Then distance from pole to center of curvature is called radius of curvature. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? Okay, so this is the situation of a concave mirror. What about convex mirror? അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഈ പോയിന്റ്സ് നിങ്ങൾ നല്ലോണം നോക്കിയാൽ പോരാ, ഇത് നിങ്ങളൊന്ന് ഡ്രോ ചെയ്യുക, വരച്ച് പഠിക്കുക. ഓക്കെ,
ഡ്രോയിങ്ങിലൂടെ മാത്രമേ നമുക്ക് ഈ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസും ഇനിയും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ ഡ്രോയിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് മുതലേ നിങ്ങൾ ആ ഡ്രോയിങ് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.